ഉണ്ണീസ് വിജയപാതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 3ാമത്തെ യൂണിറ്റായ നമ്മുടെ കുടുംബം എന്നതുമായി ബന്ധപ്പെട്ട 2ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ കുടുംബത്തെക്കുറിച്ചുള്ള പ്രാഥമികമായ കുറേയേറെ കാര്യങ്ങളാണ് നാം പഠിച്ചത്. ഇനി അതിനെ തുടർന്ന് ബാക്കി കാര്യങ്ങൾ ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് കണ്ടവർക്ക് തുടർന്ന് ഈ കാര്യങ്ങൾ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ എപ്പിസോഡ് കാണുന്നതായിരിക്കും കുറേ കൂടി നിങ്ങൾക്ക് നന്നായിരിക്കുക. ഏതായാലും ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് കുടുംബത്തെ ഒരു സമൂഹത്തിലെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്? അതിൻ്റെ ഉത്തരം, ഒരു സമൂഹത്തിലെ ചിട്ടകളും മര്യാദകളും ജീവിത രീതികളും ആദ്യമായി നാം പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ നിറവേറ്റി തരുന്നത് കുടുംബമാണ്. നമുക്ക് സ്നേഹവും സുരക്ഷിതത്വവും കുടുംബം ഉറപ്പുവരുന്നു. നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും അവ വളർത്തുന്നതും നിലനിർത്തുന്നതും കുടുംബമാണ്. ഈ വക കാരണങ്ങളാലാണ് സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഘടകമായ കുടുംബത്തെ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് കരുതുകയാണ്. നമുക്ക് അടുത്ത 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കവി കുഞ്ഞുണ്ണി മാഷുടെ തന്നെപ്പറ്റി തന്നെയുള്ള കവിത എന്നിലൂടെ, ആ കവിത നിങ്ങൾ വായിച്ചിരിക്കും. ഞാൻ കുഞ്ഞുണ്ണി, എൻ്റെ അമ്മ നാരായണിയമ്മ, അമ്മമ്മ പാറക്കുട്ടിയമ്മ, അമ്മമ്മയുടെ അമ്മയോ, ഇത്രയേ ഉള്ളൂ എൻ്റെ അറിവിൻ്റെ വലുപ്പം. ഈ കവിതയിൽ എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? കവിക്ക് തൻ്റെ അമ്മയുടെ പേരറിയാം, നാരായണിയമ്മ. അമ്മയുടെയും അമ്മയുടെ പേരറിയാം, പാറക്കുട്ടിയമ്മ. ആ അമ്മമ്മയുടെയും അമ്മയുടെ പേരോ അത് കവിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ കവി തൻ്റെ അറിവിൻ്റെ വലുപ്പം അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ്, തുറന്നു പറയുകയാണ്. ഇനി നിങ്ങളുടെ കാര്യം നോക്കൂ. ഇനി നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി, നിങ്ങളുടെ കുടുംബ വൃക്ഷത്തെപ്പറ്റി എത്രമാത്രം അറിയാം? അപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ തായ്തടി, അതിൻ്റെ ശാഖകൾ, ഉപശാഖകൾ, ചെറുചില്ലകൾ എന്ന് തുടങ്ങിയാണല്ലോ പടർന്ന് പന്തലിച്ച് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഏറ്റവും താഴെയുള്ള മണ്ണോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും താഴെയുള്ള വൃക്ഷത്തിൻ്റെ തടി ഭാഗം എന്നതുപോലെ നിങ്ങളതിൻ്റെ ഏറ്റവും താഴെയുള്ള ആളാണ്. അപ്പോൾ നിങ്ങളൊരു ഷീറ്റിൽ നിങ്ങളുടെ പേര് ഏറ്റവും താഴെ എഴുതുക. അതിന് മുകളിൽ നിങ്ങളുടെ മാതാവിൻ്റെ പേര് ഒരു ഭാഗത്തേക്ക്, പിതാവിൻ്റെ പേര് മറ്റൊരു ഭാഗത്തും എഴുതുക. ആ മാതാവിൻ്റെ മാതാപിതാക്കളുടെ പേരാണ് പിന്നീട് എഴുതേണ്ടത്. അതുപോലെ പിതാവിൻ്റെ മാതാപിതാക്കളുടെ പേര് പിന്നീട് എഴുതണം. അവരുടെയും മാതാപിതാക്കളെയാണ് നിങ്ങൾ പേര് വിവരങ്ങൾ ശേഖരിക്കേണ്ടത്. ആ രീതിയിൽ നിങ്ങളുടെ എത്ര പൂർവികരെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ കഴിയും? തീർച്ചയായും നമ്മുടെ എല്ലാ പൂർവികരെ അനേകം തലമുറകൾക്കപ്പുറത്തേക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ പൂർവികരെ ആദരവോടെ നാം എന്നും ഓർക്കേണ്ടതാണ്. തീർച്ചയായും വിവരങ്ങൾ എത്രമാത്രമെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാവുക, കവി പറഞ്ഞത് എത്രമാത്രം സത്യമാണ് എന്നുള്ളത് മനസ്സിലാവുക. നോക്കുക, നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കൂ. അത് ചോദ്യം അടുത്തതിലേക്ക് കടക്കുകയാണ്. 3ാമത്തെ ചോദ്യം, കുടുംബത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്ന് എഴുതാമോ? എന്തൊക്കെയാണ് ഒരു കുടുംബത്തിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ? നോക്കാം. ഉത്തരം, ദേശഭാഷകൾക്ക് അതീതമായി കുടുംബം ലോകത്തെല്ലായിടത്തുമുണ്ട്. അതായത് സാർവലൗകികമാണ് കുടുംബം എന്നത്. അത് ജാതി, മതം, രാജ്യം, വൻകര, മരുഭൂമിയെന്നോ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശമെന്നോ പർവ്വത പ്രദേശമെന്നോ ദ്വീപെന്നോ ഒന്നും വ്യത്യാസമില്ല. അത് ലോകത്തെല്ലായിടത്തും കുടുംബം ഉണ്ട്. അടുത്തത് ഒരു പ്രത്യേകത, ഒരു വീടിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരിമിതമായ അംഗങ്ങൾ മാത്രമേ ഒരു കുടുംബത്തിലുണ്ടാകൂ. ഒരു കുടുംബം എന്ന് പറയുന്നത് അതിൽ ഒരു വീട്ടിൽ ഉൾക്കൊള്ളുന്ന ആളുകൾ മാത്രമേ ഒരു കുടുംബത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് മറ്റൊരു പ്രത്യേകത. മറ്റൊന്ന്, സ്നേഹം, പരസ്പര ബഹുമാനം, വാത്സല്യം, സംരക്ഷണം എന്നീ വൈകാരിക ബന്ധങ്ങൾ കുടുംബാംഗങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന പ്രധാന ഘടകമാണ്. ഈ വക ഗുണങ്ങൾ, വൈകാരികമായ ബന്ധങ്ങൾ ആണ് കുടുംബാംഗങ്ങളെ ഒന്നിച്ചു നിർത്തുന്നത്. അല്ലാത്ത പക്ഷം ആ കുടുംബത്തിൽ കലഹമായിരിക്കും, കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായി പോകും. നോക്കാം അടുത്ത ചോദ്യം. അടുത്ത പോയിൻ്റ് എന്താണെന്ന് നോക്കാം. കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് അംഗങ്ങൾ ഏർപ്പെടുന്ന ഉത്തരവാദിത്ത ബോധത്തോടെയുള്ള കൂട്ടായ പ്രവർത്തനങ്ങളാണ് മറ്റൊരു സവിശേഷത. മറ്റൊരു സവിശേഷതയുള്ളത്, കുടുംബാംഗങ്ങൾ കുടുംബത്തിന് മുന്നോട്ടുള്ള നിലനിൽപ്പിന് ഒത്തൊരുമയ്ക്ക് വേണ്ടി ഉത്തരവാദിത്വത്തോടു കൂടി ഓരോരുത്തരും ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടാവും. അങ്ങനെയുള്ള കൂട്ടായ പ്രവർത്തനങ്ങളാണ് കുടുംബത്തെ നിലനിർത്തുന്ന ഒരു പ്രധാന ഘടകം. നോക്കാം, ഒരു കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്?
കുടുംബത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ്, സവിശേഷതകളെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. ഇനി കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കുടുംബം നിറവേറ്റുന്നത്? നോക്കാം ഉത്തരം. ഓരോ കുടുംബത്തിലെ അംഗങ്ങളുടെയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നു. രണ്ടാമത്തെ കാര്യം, സ്നേഹം, പരസ്പര ആശ്രയത്വം, സഹകരണ മനോഭാവം എന്നീ ഗുണങ്ങൾ അംഗങ്ങളെ നല്ല വ്യക്തികളാക്കി മാറ്റുന്നു. മൂന്നാമത്തെ കാര്യം, അച്ചടക്കം, മര്യാദ, പങ്കുവെക്കൽ തുടങ്ങിയ നല്ല പെരുമാറ്റ ശീലങ്ങൾ അംഗങ്ങളിൽ വളരുന്നു. ഒടുവിലത്തെ കാര്യം, കുടുംബത്തിലെ അംഗങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കുന്നു. ഇവ കാര്യങ്ങളാണ് ഒരു കുടുംബം അതിലെ അംഗങ്ങൾക്ക് വേണ്ടി നിറവേറ്റുന്ന കാര്യങ്ങളായിട്ടുള്ളത്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു കുടുംബത്തിൻ്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. എ കോളത്തിലുള്ളവയെ ബി കോളത്തിലുള്ളവയായി യോജിപ്പിച്ചെഴുതാമോ? പട്ടികയിലെ എ കോളത്തിലെ കാര്യങ്ങൾ വായിക്കാം, ബി കോളത്തിലെ കാര്യങ്ങൾ വായിക്കാം. അവയൊന്നും തന്നെ പരസ്പരം നേർക്കുനേരെ യോജിക്കുന്നവയല്ല ഇവിടെ തന്നിരിക്കുന്നത്. അന്ന് ശരിയായ രീതിയിൽ യോജിപ്പിച്ചെഴുതാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. പരിമിതമായ വലുപ്പം, ദേശഭാഷകൾക്ക് അതീതം, ഉത്തരവാദിത്ത ബോധം, വൈകാരിക ബന്ധങ്ങൾ എന്നിവയാണ് എ കോളത്തിലുള്ളത്. ബി കോളത്തിലുള്ളത് ചുമതലകൾ നിർവഹിക്കൽ, സ്നേഹം, വാത്സല്യം, സുരക്ഷിതത്വ ബോധം, കുടുംബത്തിലെ അംഗങ്ങൾ എണ്ണത്തിൽ കുറവ്, എല്ലായിടത്തും കുടുംബമുണ്ട് എന്നിവ കാര്യങ്ങൾ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ശരിയായ രൂപത്തിൽ വരുന്നത്. കുടുംബത്തിൻ്റെ സവിശേഷതകൾ ശരിയായ പട്ടിക നോക്കാം. എ വിഭാഗത്തിലെയും ബി വിഭാഗത്തിലെയും നേർക്കുനേരെ ശരിയായ രീതിയിൽ എഴുതിയിരിക്കുകയാണ്. പരിമിതമായ വലുപ്പം, കുടുംബത്തിലെ അംഗങ്ങൾ എണ്ണത്തിൽ കുറവ്. ദേശഭാഷകൾക്കതീതം, എല്ലായിടത്തും കുടുംബമുണ്ട്. ഉത്തരവാദിത്ത ബോധം, ചുമതലകൾ നിർവഹിക്കൽ. വൈകാരിക ബന്ധങ്ങൾ, സ്നേഹം, വാത്സല്യം, സുരക്ഷിതത്വ ബോധം. നോക്കാം അടുത്തൊരു ചോദ്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ വീട്ടിൽ അച്ഛനമ്മമാർക്ക് എന്തെല്ലാം സഹായങ്ങളാണ് നിങ്ങൾ ചെയ്തു കൊടുക്കാറുള്ളത്? മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്? ഓർത്ത് പട്ടികപ്പെടുത്തണം. ശരി, നോക്കാം എങ്ങനെയാണ് പട്ടിക വരുന്നത്. നോക്കൂ, അച്ഛനമ്മമാരുടെ ചുമതലകൾ, നിങ്ങളുടെ ചുമതലകൾ അതെൻ്റെ നേരെ തന്നെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ആഹാരം, വസ്ത്രം, പാർപ്പിടം, പഠനോപകരണങ്ങൾ എന്നീ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നു. അപ്പം നിങ്ങളുടെ ചുമതലകൾ എന്താണ്? നന്നായി പഠിക്കുന്നു, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ നിറവേറ്റുന്നു. രണ്ടാമത്തെ കാര്യം, സമൂഹത്തിലെ നല്ല പെരുമാറ്റ രീതികൾ പഠിപ്പിക്കുന്നു. മാതാപിതാക്കളുടെ ഒരു വീട്ടിൽ തന്നെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അത് കഴിഞ്ഞാൽ വിദ്യാലയങ്ങളിലായിരിക്കും. തീർച്ചയായിട്ടും പ്രാഥമികമായി നല്ല ശീലങ്ങൾ, പെരുമാറ്റ രീതികൾ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. മറ്റിടങ്ങളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അത് വിദ്യാലയങ്ങളിൽ നിന്ന്, സഹപാഠികളിൽ നിന്ന്, അതുപോലെ തന്നെ ഗുരുനാഥന്മാരിൽ നിന്ന്, അങ്ങനെയൊക്കെ പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് ഒരു വ്യക്തിയെ വ്യക്തിയാക്കുന്നത്. അപ്പോൾ സമൂഹത്തിലെ നല്ല പെരുമാറ്റ രീതികൾ പഠിപ്പിക്കുന്നു. അപ്പോൾ കുടുംബത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ടാണ് കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. അതിന് ചേർന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സത്യസന്ധത പാലിക്കുക, മുതിർന്നവരെ ആദരിക്കുക, സ്നേഹത്തോടെ പെരുമാറുക, ശുചിത്വം, അച്ചടക്കം തുടങ്ങിയ നല്ല ശീലങ്ങൾ പാലിക്കുക. ഇനി അടുത്ത് നോക്കാം, സ്നേഹവും വാത്സല്യവും നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളെ സ്നേഹിക്കുകയും അതുപോലെ ബഹുമാനിക്കുകയും ചെയ്യും. പിന്നെ സുരക്ഷിതത്വം നൽകുന്നു. അപ്പം നിങ്ങൾ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നു. സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല, അത് കൃത്യമായി ആ വക കാര്യങ്ങളൊക്കെ പാലിക്കുന്നതിലൂടെയാണ് അത് ശരിയായ രീതിയിൽ നടപ്പാവുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ എങ്കിൽ ഈ പട്ടികയിലേക്ക് അത് കൂട്ടിച്ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. ശരി, ആ പട്ടിക നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ വിടുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇനി കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ ഒന്ന് പട്ടികപ്പെടുത്തുകയാണ്. നേരത്തെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ പട്ടികപ്പെടുത്തുകയാണ്. ഉത്തരം, കുടുംബം അതിലെ അംഗങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നു. അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം, പരസ്പര ആശ്രയത്വം, സഹകരണ മനോഭാവം എന്നീ ഗുണങ്ങൾ അവരെ നല്ല വ്യക്തികളാക്കി മാറ്റുന്നു. അംഗങ്ങളിൽ നല്ല പെരുമാറ്റശീലങ്ങൾ വളർത്തുന്നു. അംഗങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്? നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് ഇവിടെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കും. അടുത്ത യൂണിറ്റിന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായി അടുത്ത എപ്പിസോഡുകൾ ക്രമത്തിൽ വരുന്നവർക്ക് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ ചാനൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. എല്ലാവരെയും ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം.